ഹായ് ഫ്രണ്ട്സ്, ഐ ആം മുൻസി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമുക്കൊരു ചിക്കൻ പെരട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വാച്ച് ഇറ്റ്. അതിനായി ഫ്രണ്ട്സ്, നമ്മൾ ചിക്കൻ പെരട്ടിന് ഉപയോഗിക്കുന്ന കൊച്ചുള്ളിയാണ്. നമുക്ക് അല്പം ഇഞ്ചി, വെളുത്തുള്ളി, അല്പം കൊച്ചുള്ളി, അല്പം കറി ലീവ്സ്, അല്പം സോൾട്ട് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് അല്പം മസാലകൾ ചേർക്കാം. അല്പം മുളക് പൊടി, അല്പം ഗരം മസാല, അല്പം മല്ലിപ്പൊടി, അല്പം മഞ്ഞപ്പൊടി എന്നിവ നമുക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. അപ്പം ഇത് ചേർക്കുമ്പോൾ നമുക്ക് ആ ഓയിലിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് എൻ്റെ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അല്പനേരം മൂത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ഞാൻ കഴുകി വാർന്നു വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കുന്നു. അല്പം കായപ്പൊടി, അല്പം വെള്ളം എന്നിവ ചേർത്ത് ഞാൻ 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അധികം വാട്ടർ നമ്മൾ ചേർക്കാത്തതിനാൽ നമ്മൾക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അടിക്ക് ബേൺ ആകുന്നുണ്ടോ എന്ന്. അപ്പം ഞാനൊരു 30 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. നന്നായിട്ട് കുക്ക് ആയതുകൊണ്ട് നല്ല ഡ്രൈ ആയി, നല്ല മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം തേങ്ങ നമ്മൾ വറുത്ത് ചേർക്കുന്നു. അല്പം കടു നമ്മൾ ധടുക്ക അടിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് തേങ്ങാക്കൊത്തും നമ്മൾ കടുവറുത്തും ചേർക്കണം. അപ്പം ഞാൻ അത് അതിലേക്ക് ചേർക്കുന്നു. നന്നായിട്ട് ഫ്ലേവർ അത് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ അപ്പം, പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ ഉത്തമമാണ്, ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ അല്പം കപ്പ വിത്ത് ചിക്കൻ പെരട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അല്പം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല ഡിഷോട് കാണാം. താങ്ക് യു വെരി മച്ച്.